ഫലസ്തീൻ വിഷയത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സൗദിയോടൊപ്പം UAE, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളാണ് വരും ദിവസങ്ങളിൽ ട്രംപ് സന്ദർശിക്കാൻ ഇരിക്കുന്നത്. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ട്രംപ് മുതിരുമോ? അങ്ങനെ വെറുമൊരു പ്രഖ്യാപനത്തിൽ ഫലസ്തീനികൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. US പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റ ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഔപചാരിക സന്ദർശനം സൗദി അറേബ്യയിലേക്കാണ്. ഈ സന്ദർശനത്തിന് മുമ്പ് തന്നെ ഹമാസുമായി നേരിട്ട് US ചർച്ച നടത്തി. ഗസയിൽ തടവിലുള്ള അമേരിക്കൻ ബന്ദി ഐഡൻ അലക്സാണ്ടറെ മോചിപ്പിക്കാം എന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ വെടിനിർത്തൽ ചർച്ച തുടരാനും ധാരണയായി. ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പര്യടനത്തിൽ വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനമാകുമോ ഇത് എന്നാണ് അറിയാനുള്ളത്. ഇസ്രായേലുമായി സൗദി അറേബ്യ ബന്ധം നോർമലൈസ് ചെയ്യണം എന്ന് നെതന്യാഹു കാലങ്ങളായി ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ചെയ്താൽ ഫലസ്തീനികളുടെ ആവശ്യങ്ങളും സ്വപ്നങ്ങളും എന്നേക്കുമായി അവസാനിക്കും എന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത്. സൗദി ഇസ്രായേൽ നോർമലൈസേഷൻ നടക്കാൻ പോകുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞ ഘട്ടത്തിലാണ് 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ മിന്നലാക്രമണം ഉണ്ടാകുന്നത്. അതോടെ ഫലസ്തീൻ പ്രശ്നം ലോകത്തിൻ്റെ നെറുകയിലെത്തി. ഖുദ്സ് ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഇസ്രായേലുമായി ഒരു ബന്ധത്തിനും ഇല്ല എന്നാണ് സൗദി അറേബ്യ പ്രഖ്യാപിച്ചത്. അടുത്ത 4 വർഷത്തേക്ക് സൗദി അറേബ്യ US-ൽ $600 ബില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. $100 ബില്യൺ വിലമതിക്കുന്ന ആയുധം സൗദിക്ക് US നൽകുന്ന കരാറും ഉടനുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. സൗദിയുടെ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമിന് US സഹായം ലഭ്യമാക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. ഈ കരാറുകൾക്കെല്ലാം ഇസ്രായേൽ സൗദി നോർമലൈസേഷൻ ഒരു ഉപാധിയായി ട്രംപ് നേരത്തെ മുമ്പിൽ വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതിൽ നിന്ന് അമേരിക്ക പിന്മാറുകയാണോ അതല്ല ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിച്ച് നോർമലൈസേഷന് വഴിയൊരുക്കുകയാണോ ചെയ്യുക എന്നതാണ് പ്രധാനം. ആദ്യ ടേമിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് ഒരു സമാധാന പദ്ധതി ട്രംപ് അവതരിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാർക്കൊന്നും കഴിയാത്ത പരിഹാര പദ്ധതി നടപ്പിലാക്കാൻ തനിക്ക് കഴിയും എന്നായിരുന്നു ട്രംപിൻ്റെ വീരവാദം. നൂറ്റാണ്ടിൻ്റെ കരാർ എന്നായിരുന്നു ട്രംപ് ഇതിനെ വിളിച്ചത്. വലിയ ചരിത്ര സംഭവമായിരിക്കും പശ്ചിമേഷ്യൻ പദ്ധതി എന്ന പ്രചാരണവുമുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ചതിയായി മാറുകയാണ് ചെയ്തത്. ട്രംപിൻ്റെ പദ്ധതി പൂർണ്ണമായും കച്ചവടക്കണ്ണോടെയായിരുന്നു. ട്രംപിൻ്റെ മരുമകൻ ജേഡ് കുഷ്ണറിനായിരുന്നു ഈ പദ്ധതിയുടെ ചുമതല. എബ്രഹാം അക്കോർഡ് എന്ന പേരിൽ ട്രംപും മരുമകനും അവതരിപ്പിച്ച പശ്ചിമേഷ്യൻ പദ്ധതിയുടെ ഭാഗമായി ചില ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി കൈകോർത്തു. കുഷ്ണർ തൻ്റെ സ്വപ്നത്തിൽ തന്നെ ഉറച്ചുനിന്നു. കഴിഞ്ഞ വർഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ പോലും ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ആട്ടിപ്പായിച്ച് അവിടെ സുഖവാസ കേന്ദ്രം നിർമ്മിക്കുന്ന കാര്യം കുഷ്ണർ തുറന്നു പറയുന്നുണ്ട്. രണ്ടാമത്തെ ടേമിൽ പശ്ചിമേഷ്യയിൽ തൻ്റെ ബിസിനസ് താൽപ്പര്യങ്ങൾ നിറവേറ്റാൻ സ്റ്റീവ് വിറ്റ്കോഫിനെയാണ് ട്രംപ് നിയോഗിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അറബ് നേതാക്കളുമായി നല്ല ബന്ധം നേരത്തെയുള്ള വ്യക്തിയാണ് സ്റ്റീവ് വിറ്റ്കോഫ്. ഇസ്രായേലിനെ പിണക്കി ട്രംപ് ഒരു പ്രഖ്യാപനവും നടത്താൻ സാധ്യതയില്ല. ഇസ്രായേലിനു വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു US പ്രസിഡന്റിനും കഴിയില്ല. ട്രംപിനും അതാകില്ല. 2017 ജെറൂസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിച്ചതും എബ്രഹാം അക്കോർഡ് എന്ന ചതിയും ട്രംപിൻ്റെ ഇസ്രായേൽ നയത്തിൻ്റെ ഭാഗമായിരുന്നു. ഫലസ്തീൻ രാഷ്ട്രം ട്രംപ് പ്രഖ്യാപിച്ചാൽ പോലും അത് വെറും പ്രഖ്യാപനമായി ഒതുങ്ങാനാണ് സാധ്യത. ഇസ്രായേലിൻ്റെ അധിനിവേശം, ഗസയിലെ ഉപരോധം, വെസ്റ്റ് ബാങ്കിലെ കയ്യേറ്റം ഇതൊന്നും അവസാനിക്കില്ല. ഫലസ്തീൻ്റെ അതിർത്തികൾ, തലസ്ഥാനം, സൈനിക സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല എങ്കിൽ ഒരു നാമമാത്ര അംഗീകാരമായി അത് മാറും. തെരഞ്ഞെടുപ്പിൽ ഫലസ്തീനികൾ വിജയിപ്പിച്ച ഹമാസിനെ മാറ്റി നിർത്തണം എന്നതാകും അമേരിക്കയുടെ ആദ്യ ഉപാധി. ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ പര്യടനം സാമ്പത്തിക താൽപ്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങുമോ അതോ മിഡിൽ ഈസ്റ്റ് ആകെ മാറ്റിപ്പണിയുന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ? കാത്തിരിക്കാം.